ശ്രീ എൻ കെ അക്ബർ. സാർ, വ്യാജ ബീഡിയും അനധികൃത ബീഡി വിൽപ്പനയും മൂലം ബീഡി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ. ഇന്ത്യയിൽ 80 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ ബീഡി വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. കേരളത്തിൽ 50,000 ആളുകൾ ഈ വ്യവസായത്തെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. സാർ, 40,000-ഓളം തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്ന കണ്ണൂർ ദിനേശിൽ ഇപ്പോൾ 4,000 തൊഴിലാളികളുടെ എണ്ണം. ചാവക്കാട് കാജ ബീഡി, കണ്ണൂരിലെ സാധു ബീഡി എന്നിവ അടച്ചുപൂട്ടലിന് വക്കിലാണ്. മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീഡി കമ്പനികൾ ജോലി ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ കാസർഗോഡ് ജില്ലയിലുമുണ്ട്. ഈ വ്യവസായം ഒരു തകർച്ചയെ നേരിടുന്ന വ്യവസായമാണെങ്കിലും മലയാളികളിൽ പുകവലി ശീലം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തിൽ അതിഥി തൊഴിലാളികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമെന്ന നിലയിൽ അവർക്കിടയിൽ പുകവലി ശീലമുള്ളതിനാൽ ബീഡി വിൽപ്പനയിൽ വർധനവ് വന്നിട്ടുണ്ട്. വ്യാജ ബീഡിയും അനധികൃത ബീഡി വിൽപ്പനയും കേരളത്തിൽ വ്യാപകമാകുന്നു. ദിനേശ് ബീഡി ഉൾപ്പെടെയുള്ള 28% GST നൽകുന്ന ബീഡി വ്യവസായ മേഖലയെ ഈ വ്യാജ ബീഡി കടന്നുകയറ്റം തകർക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ദിനേശിൻ്റെ ടേൺ ഓവർ തന്നെ 60 കോടിയിൽ നിന്ന് 30 കോടിയിലേക്ക് താഴ്ന്നു. ഇതുമൂലം സർക്കാർ ലഭിക്കുന്ന ടാക്സിനും കുറവുണ്ടായിട്ടുണ്ട്. അനധികൃത വിൽപ്പനയും വ്യാജ ബീഡി കടന്നുകയറ്റവും തടയുന്നതിന് വിജിലൻസ്, പോലീസ് കോഡുകളുടെ പരിശോധനകൾ ശക്തിപ്പെടുത്താൻ വ്യവസായ വകുപ്പ് നടപടി സ്വീകരിക്കണം. കോഴിക്കോട് ജില്ലയിൽ ഒരു വർഷം 10 കോടിയുടെ ബീഡി വിൽപ്പന നടക്കുമ്പോൾ 2 കോടി മാത്രമാണ് കണക്കിൽ വരുന്നത്. ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ദിനേശും കാജ ഉൾപ്പെടെയുള്ള കമ്പനികൾ നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിച്ച് ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ സബ്മിഷൻ. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ, ബീഡി വ്യവസായം പൊതുവെ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ്. GST 28% ചുമത്തിയിട്ടുള്ളത്. GST ചുമത്തുന്നത് GST കൗൺസിലാണ്. സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് നികുതി മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. പിന്നെ ബഹുമാനായ ഗുരുവായൂർ അംഗം ചൂണ്ടിക്കാണിച്ച ഈ നികുതി പുറത്തുനിന്നുള്ള ബീഡി വന്ന് അത് ഇവിടെ വിൽക്കുന്നത് കൊണ്ട് കേരളത്തിലെ ബീഡി വ്യവസായം നേരിടുന്ന പ്രതിസന്ധി, അതിപ്പോൾ സംസ്ഥാന നികുതി വകുപ്പാണ് അതിൽ നടപടി സ്വീകരിക്കുന്നത്. അവർ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നിരവധി കേസുകൾ സംസ്ഥാന GST വകുപ്പ് ഇന്റലിജൻസ് കണ്ടെത്തുകയും GST നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപ്രകാരം മതിയായ രേഖകളില്ലാതെ ഇത്തരം ബീഡികൾ കൊണ്ടുവരുന്നതും വിപണനം ചെയ്യുന്നതും കണ്ടുപിടിച്ച് ഇത്തരക്കാർക്കെതിരെ GST നിയമപ്രകാരം നികുതിയും പിഴയും ചുമത്താറുണ്ട്. ഈ നടപടി ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും.